മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ച് ദൈവത്തോടുള്ള സമാധാനത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ പഴയ നിയമത്തിൽ നിന്നും ഒക്കെ എടുത്തത്. ഒരു വാക്യം കൂടി ഇന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സമാധാനം അതിൻ്റെ അതിൻ്റെ വശങ്ങളും നമ്മൾ ചിന്തിക്കാനായിട്ട് പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമാധാനം ദൈവത്തോടുള്ള സമാധാനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തോട് സമാധാനമാകുമ്പോൾ മറ്റുള്ളവരോട് സമാധാനമാണ്. മറ്റുള്ളവരോട് സമാധാനം ദൈവത്തോട് സമാധാനം പോലെയാണ്. വെർട്ടിക്കലായിട്ടുള്ള ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള സമാധാനം. ശത്രുക്കളായിരുന്നവരെ ദൈവം സ്നേഹിതന്മാരാക്കി. യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ സ്നേഹിതന്മാരാക്കി. എന്നിട്ട് ഹൊറിസോണ്ടലായിട്ട് മറ്റുള്ളവരുള്ള സമാധാനം ദൈവത്തോടുള്ള. പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞതാണ്. ഇന്ന് അവർക്ക് തന്നെ ഒരു സമാധാനമില്ല, അവർക്ക് തന്നെ നിരപ്പില്ല എന്ന് പറയാൻ മനസ്സ് പറയുന്നതല്ല ശരീരം പ്രവർത്തിക്കുന്നത്. അതൊരു കോൺഫ്ലിക്റ്റാണ് അല്ലേ? പലരും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് കഴിയുന്നവരുണ്ട്. അതൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ചിലതിന് ഭയം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുമോ. ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പം പോലും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അങ്ങനെയുള്ള ദോഷങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ദോഷം വരുമെന്ന്. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും എനിക്ക് വരരുത്, മുമ്പൂട്ടി എറിയുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കങ്ങനെ ഒരു ദോഷം വന്നിട്ടില്ല, വരുമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല, എന്നാൽ അതിനുവേണ്ടി അത് വരരുതെന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നവർ. മറ്റുള്ളവരോട് ഉള്ള സമാധാനം പോലെ നമ്മളോടൊരു സമാധാനം, നമ്മുടെ ഇൻവേർഡായിട്ട് നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ മനസാക്ഷിയോട് നമുക്കൊരു സമാധാനം. അവിടെ ഒരു വാർ നടക്കുന്നുണ്ട്. 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻസൈഡിലുള്ള വാറിനെ കുറിച്ച് എന്നുവെച്ചാൽ ചെയ്യേണ്ടാത്ത തിന്മ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മനസാക്ഷി നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയാം, എന്നാൽ അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. അതിൽ നിന്നുള്ള സക്സസ്, എങ്ങനെ അതിൽ നിന്നുള്ള വിജയം നേടാം എന്ന് 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അതായത് നിങ്ങളോടുള്ള സമാധാനം. പിന്നെ വേറൊരു സമാധാനമാണ് പ്രകൃതിയോടുള്ള സമാധാനം. പ്രകൃതി നശിപ്പിച്ച് കളയുന്ന കാര്യം നമുക്കിന്ന് അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇന്ന് ഗവൺമെൻറ് ലെവലിലും സാമൂഹ്യ നിലവാരത്തിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ചൂട് വർദ്ധിച്ചു വരുന്ന അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പഠിക്കാറുണ്ട്. പ്രകൃതിയോടുള്ള കാര്യങ്ങൾ, സമാധാനം. ചില ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു, ഫോറസ്ട്രി നശിപ്പിക്കാതിരിക്കുന്നു, ഫ്ലോറ ആൻഡ് ഫൗണയൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നു. ഇതെല്ലാം പ്രകൃതിയോടുള്ള സമാധാനമാണ്. അതിന് കർത്താവിനോട് നിരന്നു കഴിയുമ്പോഴാണ്, ദൈവമായിട്ടുള്ള സമാധാനം വന്നു കഴിയുമ്പോഴാണ് ബാക്കിയെല്ലാം വന്നു കഴിയും. ഫിലിപ്പിയർക്കെഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇതൊരു വേറൊരു സമാധാനത്തെക്കുറിച്ച് പറയുന്നു. അത് ഈ പറയുന്ന സമാധാനമല്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കുമാറാകട്ടെ. ഡോണ്ട് ബി ആങ്ഷ്യസ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയട്ടെ. അതൊരു കണ്ടീഷണലായിട്ടുള്ള ഒരു സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇത് എറ്റേണലായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴുള്ള സമാധാനം. അപ്പോൾ 1-ാം വാക്യത്തിൽ അത് കണ്ടുവെങ്കിൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കും. ഇവിടെ അവൻ മുഖാന്തരം ഇരുപക്ഷത്തെയും ഏകാത്മാവിനാൽ ഒരുമിച്ചാക്കിയതിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്ന് എഫേസ്യർ 2:18 പറയുന്നു. എഫേസ്യർ 2:18 ഇങ്ങനെ പറയും, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇവിടെ 2-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പഴയ നിയമത്തിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മഹാപുരോഹിതന് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടുള്ള പ്രവേശനമുള്ളൂ. അല്ലാത്തവർക്ക് പ്രവേശനമില്ല. എല്ലാവരും പുറത്ത് നിൽക്കണം.
യഹൂദന്മാരുടെ ദേവാലയത്തിലെ ജാതികൾക്ക് ആ മതിലിനപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റും, ഇങ്ങോട്ട് വരാൻ പോലും പറ്റത്തില്ല. യഹൂദന്മാർക്ക് കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിലോട്ട് വരാം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലമൊക്കെ അത് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ആ പ്രാകാരത്തിൻ്റെ പുറത്തൊക്കെയാണ് ഈ ജാതികളായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ വായിച്ചായിരുന്നു, 17-18 വാക്യത്തിലുമൊക്കെ വായിച്ചാണ്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. 3:12 ഇതുതന്നെ പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10:22 പറയുന്നത്, താൻ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. അപ്പോൾ ഈ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് കിട്ടിയതിനാൽ പരമാർത്ഥ ഹൃദയത്തോട് ഭയം കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് ചെല്ലുവാനായിട്ട് പറയുന്നു. കോടതി ഭാഷയിൽ പറഞ്ഞാൽ, ഒരിക്കൽ പ്രതിക്കൂട്ടിലായിരുന്നു അല്ലേ, നമ്മൾ പാപികളായിരുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിച്ചതിനാൽ നമ്മൾ വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രകാശം നമ്മളെ മാറ്റി, ദൈവത്തിൻ്റെ പ്രകാശം നമ്മൾ വന്നിട്ട് നമ്മളെ നീതി പ്രാപിച്ച് ഇന്ന് നമ്മുടെ ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി രമ്യതയിലും സമാധാനത്തിലുമാണ്. അപ്പോൾ അന്നത്തെ ബാധ്യതകളെല്ലാം, നമുക്കുണ്ടായിരുന്ന ബാധ്യതകളെല്ലാം ദൈവം നമ്മുടെ അസറ്റാക്കി, ആസ്തിയാക്കി മാറ്റി എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്ന കാര്യം, നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുക എന്ന് പറയുന്ന ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുക എന്ന് പറയുന്നത്, മോശ ദൈവത്തിൻ്റെ പ്രസൻസിലുണ്ടായിരുന്നു. മോശ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ ത്വക്ക് പ്രകാശിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ത്വക്കുകളൊക്കെ പ്രകാശിക്കും എന്നൊരു ചിന്തയല്ല വരേണ്ടത്. ശരിയാണ്, നമ്മുടെ ത്വക്കും പ്രകാശിക്കും. മറുരൂപമലയിൽ ചെന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. മോശ ദൈവത്തിൻ്റെ പ്രസൻസിൽ നിന്നു. യേശുക്രിസ്തു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ത്വക്ക് പ്രകാശിക്കും. നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റത്തില്ല ആ പ്രകാശം. നിങ്ങളുടെ ത്വക്ക് പ്രകാശിക്കുന്നത് പിശാചിന് കാണാൻ ദൈവത്തിൻ്റെ ദൂതന്മാർക്കും കാണും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രവേശനത്തിൻ്റെ വലിയ ഒരു വ്യത്യാസം. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ട് നീതീകരിച്ച നിങ്ങൾ അവൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം ഉണ്ട് എന്ന് പറയുമ്പോൾ, എറ്റേണലി യു വിൽ ബി വിത്ത് ഹിം എന്നുള്ള ഒരു ചിന്തയ്ക്കുപരിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പോലും അവൻ്റെ സാന്നിധ്യം നിങ്ങളിലുണ്ട് എന്ന് മറന്നു പോരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുകയാണ്. അത് റീജനറേഷനോടുകൂടി വരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് അവനിലേക്ക് അവൻ്റെ പ്രവേശനം നമുക്കാകുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മളായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രസൻസിലായിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട്, ഒരു ക്ലോസസ്റ്റ് ആയിട്ടൊരു ഫ്രണ്ടുമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ. എന്താണ് സംഭവിക്കുക? അയാളുടെ ഹൃദയമൊക്കെ ഇങ്ങോട്ട് പറയും, നമ്മുടെ ഹൃദയമൊക്കെ അങ്ങോട്ട് പറയും. അന്യോന്യം ഷെയർ ചെയ്യുന്ന അനുഭവത്തിൽ ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പുതിയതായിട്ട് ശാസ്ത്രം പറയുന്നത് എനർജി വരെ ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. എനർജി വരെ ട്രാൻസ്ഫർ ചെയ്യും. 2 പേര് അന്യോന്യം ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുമ്പോഴേ ആ വ്യക്തിയുടെ എനർജി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അന്ന് മോശയുടെ ശരീരം, ത്വക്ക് ഷൈൻ ചെയ്തു തിളങ്ങിയതുപോലെ നമ്മുടെ ഇത് ഷൈൻ ചെയ്ത് തിളങ്ങുന്നുണ്ടാവും. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവം ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുകയാണ്. ഈ നിറയുന്ന സമയത്ത് നമ്മുടെ ത്വക്ക് പ്രകാശിക്കുന്നത് പിശാചിന് കാണാം, ആത്മീയ രൂപികൾക്ക് കാണാം,
നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഞാനങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ വലിയ മഹത്വം നിങ്ങളിലിരിക്കുന്നു എന്ന് മറന്നുപോയത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നാം ഈ അനുഭവത്തിലാവുമ്പോഴേ നാം നിൽക്കുന്ന കൃപ, ആ ഒരു വാക്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, വി ഹാവ് ആക്സസ് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ് വെയറിൻ വി സ്റ്റാൻഡ്. നാം നിൽക്കുന്ന ഈ കൃപ, കൃപയെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. വീണ്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അൺമെറിറ്റഡ് ഫേവർ എന്നുള്ള മീനിങ്ങിനെയൊക്കെ ഉപരിയായിട്ട് കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മറന്നു. ഗലാത്യർ 1:6 ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഗലാത്യർ 1:6 പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ലാതെ വേറെ ചില പ്രവൃത്തി വേണം എന്ന് ഗലാത്യ സഭ പഠിപ്പിക്കുന്നു. ചില ആളുകൾ വന്ന് പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഗലാത്യർ 5:4 വരുമ്പോൾ, ന്യായപ്രമാണത്താൽ നീതിയിരിക്കപ്പെടാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് നിൽക്കുന്ന കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി എന്ന് പറയും. ന്യായപ്രമാണം കൊണ്ടുള്ള നീതീകരണം സാധ്യമല്ല. അതിനാൽ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വേറൊരു ടീച്ചിങ് കൊണ്ട് കൃപ ഒരിക്കലും വിട്ടുപോകാൻ. ഇത് പല സമയങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അറിയാതെയൊക്കെ പറയുന്ന, നിൽക്കുന്ന കൃപയിൽ നിന്ന് നമ്മളെ വിട്ടുപോകാൻ പാടില്ല എന്ന്. കാരണം ദൈവം കൃപയാൽ നമ്മളെ വീണ്ടെടുത്ത, നിങ്ങളുടെ പ്രവൃത്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് രക്ഷ എന്ന് പറയുന്നത്. ദൈവം ദാനമായി തന്നിരിക്കുന്നതാണ്. അതിന് ദാനമായി തന്നിരിക്കുന്ന ഈ കൃപ നമ്മൾ പ്രാപിച്ച് ആ കൃപയിൽ നമ്മൾ നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് മധ്യസ്ഥനായി യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനായിട്ട്. നീ പാപം ചെയ്തുവെങ്കിലോ, ഹീസ് ആൻ അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റായി അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ദൈവകൃപയിലാണ് എന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഭദ്രമായ ഒരു നിൽപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മറന്നുപോയത്. അതാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ദൈവസന്നിധിയിൽ പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ച് പാപത്തിന് പരിഹാരം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആ കൃപാസനത്തിലേക്ക് നമുക്കിന്ന് യേശുവിൻ്റെ രക്തത്താൽ പ്രവേശനം കിട്ടി. ഇന്ന് നമ്മളെ മഹാപുരോഹിതൻ അല്ല, പുരോഹിത വർഗമാക്കി മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൃപയിൽ നിന്ന് നമ്മൾ ഒരിക്കലും വീണു പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ആ കൃപയിൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇളകാത്ത ഭദ്രമായൊരു നിൽപ്പ് നമുക്ക് ലഭിച്ചു എന്ന് നമ്മളെ മറന്നുപോയി. അതുകൊണ്ട് എന്താണ്, ആ പ്രത്യാശയിലും നമ്മൾ പ്രശംസിക്കുന്നു. പ്രത്യാശയിലും നമ്മൾ പ്രശംസിക്കുന്നു. 2-ാം വാക്യത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. 2-ാം വാക്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നേരത്തെ പറഞ്ഞു ഞാൻ, അവൻ്റെ സന്നിധിയിലെ പ്രവേശനം ലഭിച്ചപ്പോഴേ ദൈവത്തിൻ്റെ തേജസ് നമ്മളിലേക്ക് വന്നു. പ്രവേശനം ലഭിച്ചപ്പോഴേ ഒരു ശാസ്ത്രം പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്. കൊച്ചു കുട്ടികളോട് ഇടപെടുകയും കൂടുതൽ അവരുമായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ പ്രായമുള്ളവർ, അവരിൽ നിന്ന് ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഈ പ്രായമുള്ളവരിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേ അവരും കൂടുതൽ ആക്റ്റീവാകും എന്ന് പറയുന്നത്. ഇന്ന് എനർജി ട്രാൻസ്ഫർ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ഇരിക്കുകയും ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസത്താൽ അവൻ്റെ സന്നിധിയിലിരുന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ തേജസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയിൽ നമുക്ക് പ്രശംസിക്കാം. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? ദൈവ തേജസ് എന്ന് പറയുന്ന ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള തേജസ്സുമാണ്. അതുകൊണ്ട് അതൊരു പ്രത്യാശയുടെ അനുഭവമാണ്. എന്താണ്? ദൈവം നമ്മളെ ഒരിക്കൽ എറ്റേണലായിട്ട് അവൻ്റെ പ്രസൻസിൽ നമ്മളെ നിർത്തും എന്നുള്ള ഒരു വലിയ ഒരു മഹത്വം, അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹം, വലിയൊരു ചിന്ത നമ്മളെ മുന്നോട്ട് നടത്തും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നാം നിൽക്കുന്ന കൃപയിൽ നമുക്ക് അവൻ മൂലം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു
എന്ന് നമ്മൾ മറന്നു പോകരുത്. ഹലോ 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 എൻ്റെ വിശ്വാസിയെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. കർത്താവ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നീതീകരിച്ച് ദൈവത്തോട് സമാധാനമാക്കി നിരപ്പിൽ നിർത്തി അവൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം തന്നു. ഒരിക്കൽ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ചെല്ലുന്ന ആ പ്രവേശനം ഇന്ന് ഫ്രീ ആയിട്ട് അവൻ്റെ ദൈവ തേജസ്സിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ചെല്ലുവാനുള്ള പ്രവേശനം തന്നിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എന്താണ് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, എൻ്റർ ഹിസ് പ്രസൻസ്. നമ്മളൊരു പാട്ടുണ്ട്, എൻ്റർ ഹിസ് കോർട്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ഇൻ അവർ ഹാർട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അവൻ്റെ സന്നദ്ധിയിലേക്ക് നന്ദിയോടുകൂടി പ്രവേശിക്കുക എന്ന് പറയും. സ്തോത്രത്തോടുകൂടി അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക. 100 സങ്കീർത്തനം. ഇവിടെ നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന എത്ര പേര് ഇത് അതിൻ്റെ സീരിയസ്നെസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്? ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രവേശനമുണ്ട്. ആ പ്രവേശനം നമ്മൾ സീരിയസ് ആയിട്ട് വിനിയോഗിക്കണം. അവിടെയാണ് നമ്മുടെ ഡെയിലി ഡിവോഷൻ. ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സൈഡിൽ എപ്പിസോഡിൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നത്. ഓരോ ദിവസമുള്ള അനുദിന ചിന്തകൾ, അനുദിനം കർത്താവിൻ്റെ ആ വലിയ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോഴേ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. അത് ഓരോ പടി ദൈവസന്നിധിയിൽ വളരാനായിട്ട് ഇടവരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഈ ദിവസങ്ങളിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അവിടെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ്സും, എല്ലാ പെർവേർട്ടഡായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഓടി ഒളിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറയുകയാണ്. അവൻ്റെ മഹത്വം വന്ന് നിറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. മനസ്സിൽ പല കാര്യങ്ങളുണ്ട്, അത് പലതും നടക്കുന്നില്ല. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 37:3 പറയുന്ന പോലെ, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു തരും. അത് ആർക്കാണ് സാധിപ്പിക്കുന്നത്? യഹോവയിൽ രസിക്കുന്നവർക്കാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അതുകൊണ്ട് അവൻ്റെ പ്രസൻസിലിരിക്കുമ്പോഴേ നിങ്ങൾ എന്തപേക്ഷിക്കുന്നോ, പിതാവ് മഹത്വപ്പെടേണ്ടതിന് പുത്രനത് നിങ്ങൾക്ക്, പിതാവ് നിങ്ങൾക്ക് തരുന്നു, പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവ് നിങ്ങൾക്കത് തരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന കാര്യം, പിതാവിനോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നൽകി തരാൻ പോകുന്നു. ഈ ലോകത്തിലെ നന്മകളും സ്വർഗീയ അനുഗ്രഹങ്ങളും അവൻ്റെ കലവറയിൽ നിന്ന് ധാരാളമായി തരാനായിട്ട് പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തിയിലെ ജീവിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൻ്റെ എല്ലാ ശക്തികളും അവിടെ ജീവിതങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഭവനത്തിലെ കർത്താവെ പൈശാചിക ശക്തികൾ ഇന്ന് കർത്താവെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിൻ്റെ മഹത്വം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്നിധിയിലുള്ള വിശ്വാസമുള്ള പ്രവേശനം വന്നതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രത്യാശയിൽ കർത്താവെ നിലനിൽക്കുവാനായിട്ട് ഈ കുടുംബങ്ങളെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ കർത്താവെ ആളുകളുമായിട്ട്, മറ്റുള്ള അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ നിരക്കാതെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങളെ, അൺഫോർഗീവ്നെസ് സ്പിരിറ്റ് ഉള്ള ചില വ്യക്തികൾ ഇത് കാണുന്നു. ക്ഷമിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആത്മാവോടുകൂടി, അത് പൈശാചികമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിലെ വലിയൊരു വിടുതൽ കൊടുക്കുകയും, കർത്താവെ ആരോട് ക്ഷമിക്കാനുണ്ടോ അവരോട് പോയി കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമിപ്പാനായിട്ടുള്ള കൃപ ഇന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അൺഫോർഗിവിങ് സ്പിരിറ്റ്, പൈശാചികമായിട്ടുള്ള ആത്മാവിനെ മാറ്റിക്കളയണം. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കണികളെയും നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ രമ്യതയില്ലാതെ ഇരിക്കുന്ന പ്രയാസങ്ങളിരിക്കുന്നവരെ കർത്താവേ, ഈ ദിവസങ്ങളിൽ നിൻ്റെ ആത്മാവ് ഭവനത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും ആ കുടുംബങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതുമൂലം ഒരുപാട് പ്രയാസങ്ങളിലെ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അതിൽ നിന്നുള്ള ഒരു ടോട്ടൽ ഡെലിവറൻസ്, ഒരു പൂർണ്ണ വിടുതൽ, പൂർണ്ണ സ്വാതന്ത്ര്യം ആ ഭവനത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം, വഴി നടത്തുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ.
ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ ഒരു വാക്യമൊക്കെ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കൂടുതൽ പോകാനായിട്ട് നോക്കാൻ നമ്മൾ ചില വാക്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് അവിടെ നിന്നു പോവുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ നോട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ദൈവം നമ്മളെ വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. പ്രത്യേകിച്ച് ഭവനങ്ങളിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെയുള്ള വിടുതലുകൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ദൈവം കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വീടുകളിലൊക്കെ ചിലതൊക്കെ ഉണ്ടത്, അതൊക്കെ വിട്ടുപോകണം. എങ്കിലേ ദൈവം അവിടെ അനുഗ്രഹിക്കാനായിട്ട് പറ്റുള്ളൂ. ദൈവത്തിനവിടെ പ്രവേശനമില്ലാതെ അടച്ചിരിക്കുന്ന ഭവനങ്ങൾ ഇന്ന് പ്രവേശനം വന്നു ചേരും. അതുകൊണ്ട് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.